എന്ത് ബുദ്ധിമോശം അമ്മയെ കാണിച്ചത്? അമ്മയ്ക്ക് തടയായിരുന്നില്ലേ? അമ്മ തടഞ്ഞിരുന്നെങ്കിൽ പാർവതി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുമായിരുന്നോ? കേട്ടപ്പോ എന്തോ പോലെ തോന്നി. കഷ്ടം. ഞാൻ തടയാൻ ശ്രമിച്ചതാ പ്രഭാവതി. കേക്കാൻ കൂട്ടാക്കിയില്ല അവള്. പോയപ്പോ ആർക്ക് പോയി? ഞാനെങ്ങാനും ഉണ്ടാവണമായിരുന്നു. ഒരിക്കലും പാർവതി ഇവിടുന്ന് പോവാൻ സമ്മതിക്കില്ലായിരുന്നു. എന്നിട്ടും കേൾക്കാതെ ഇറങ്ങിയിരുന്നെങ്കിൽ ഞാനും കൂടെ പോയേനെ. നിനക്കെങ്കിലും അത് ചെയ്യായിരുന്നു ശരത്തെ. ഞാൻ കരുതി അമ്മേ ഇത് ഇത്രയും വഷളാവുന്നു. ഏതെങ്കിലും ബന്ധു വീട്ടിലേക്ക് പോകുന്നല്ലേ ഞാൻ വിചാരിച്ചത്. തിരിച്ചു വരാനല്ല പോയെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായത്. എല്ലാം അവൾ ഒറ്റ ഒരുത്തി കാരണോ പ്രഭാവതി. ആ ദേവിക കാരണം. എത്ര പേരാ അവള് കാരണം ഈ വീടിന് നഷ്ടപ്പെട്ടത്. എന്നിട്ടും അച്ഛനൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ. അച്ഛൻ ഇപ്പോഴേ അവളുടെ കൂടെ തന്നെ. അതാ എനിക്ക് സങ്കടം. ഇന്നല്ലെങ്കിൽ നാളെ ആ ദേവിക ആരാണെന്ന് മനോഹരൻ തിരിച്ചറിയും. അതുവരെ ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഓ, അതിന് എന്നാണാവോ അത് കാണാൻ ഞാൻ ജീവനോടെ ഉണ്ടായാൽ മതിയായിരുന്നു. അമ്മ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നു? എന്താ ഞാൻ വന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇല്ല. നിനക്കിഷ്ടപ്പെടില്ല. അത്രയ്ക്ക് വിഷമാണല്ലോ നിന്റെ ഉള്ളില്. സത്യം പറ, പാർവതിക്ക് എന്താ സംഭവിച്ചേ? എനിക്കെങ്ങനെ അറിയാം? മോനെ ശരത്തെ, അഭ്യാസമൊന്നും എന്റെ അടുത്ത് ഇറക്കണ്ട. നീ അറിയാതെ അവരിത്രയും ദിവസം മാറി നിൽക്കില്ല. അമ്മയ്ക്ക് വട്ട. രാത്രിക്ക് രാത്രിയാ പാർവതി അമ്മ ഇവിടെ ഇറങ്ങിപ്പോയത്. എങ്ങോട്ട് പോയെന്ന് ആർക്കറിയാം? വേറെ ആർക്കറിയില്ലെങ്കിലും നിനക്കറിയാൻ പറ്റും. പൊന്നു മോനെ, ദേവി ചെയ്ത് അവരുടെ ജീവനെങ്കിലും ബാക്കി വെക്കണം. പാവ സ്ത്രീ അവരെ നീ കൊലയ്ക്ക് കൊടുക്കരുത്. അമ്മ വെറും മണ്ടിയ. അമ്മയ്ക്ക് ഈ മോനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല. സുഖാണോ പ്രഭാവതി? അതെ, അങ്ങനെ പോകുന്നു. ഞങ്ങള് സുഖം എന്തെന്നറിഞ്ഞിട്ട് കാലങ്ങളായി. അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് പ്രഭാവതിക്കറിയാമല്ലോ. ഈ വീടിനകത്തൊരു വിഷച്ചെടി വളർന്നു നിൽപ്പുണ്ട്. അതൊന്ന് പറിച്ചു കളയണം. അതിനെ പ്രഭാവതി ഒന്ന് സഹായിക്കേണ്ടി വരും. ഞാൻ എന്താ വേണ്ടത്? നിങ്ങളുടെ മോനെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ട് പോകണം. ഇനി എന്തിനാ അവനോട് നിൽക്കുന്നത്? ഇനി അവനോട് നിന്നാ അവന്റെ മൃതദേഹമായിരിക്കും പ്രഭാവതിക്ക് കാണേണ്ടി വരുന്നത്. അങ്ങനെയൊന്നും ചെയ്യരുതേ. ആണായിട്ടും പെണ്ണായിട്ടും എനിക്ക് അവൻ ഒരാളേ ഉള്ളൂ. എനിക്ക് അതുപോലും ഇല്ലെന്നറിയാലോ. എന്നെ അനാഥനാക്കിയത് അവനെ കൊന്നുകളയാനാ ദേവിയടക്കമുള്ളവരുടെ തീരുമാനം. പറഞ്ഞതുപോലെ ചെയ്യുന്നവളാ ദേവിക. ഒരു കൊലപാതക കേസിലെ പ്രതിയായി എൻ്റെ മോള് ജയിലിൽ കഴിയുന്ന എനിക്ക് സഹിക്കാൻ പറ്റില്ല. അവളെ ഒരു ജീവിതം കാത്തിരിപ്പുണ്ട്. അതവള് ജീവിച്ചോട്ടെ. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ശരത്ത് ഇവിടെ ഉണ്ടാകാൻ പാടില്ല. എന്തെങ്കിലും പറഞ്ഞ് പ്രഭാവതി തന്നെ അവനെ ഇവിടുന്ന് മാറ്റണം. ഞാൻ പറയാഞ്ഞിട്ടല്ല, അവൻ കേൾക്കുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇതെന്റെ അവസാനത്തെ മുന്നറിയിപ്പാണ്. ഇനി ഞാനത് പറയത്തില്ല. എന്തെങ്കിലും സംഭവിച്ചിട്ടൊടുക്കം എൻ്റെ മുമ്പിൽ ഒന്ന് നിങ്ങൾ കരയരുത്. അവനോട് ഞാൻ സംസാരിച്ച് നോക്കാം. എൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കാം. പക്ഷെ നടക്കുമെന്ന് തോന്നില്ല. ഈ വീട് വിട്ടു പോകാൻ എന്തുകൊണ്ടും അവന് താല്പര്യമില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം.
ദേവിക മോള്. അവളിലാണ് അവൻ്റെ കണ്ണ്. അത് വേണ്ടെന്ന് പറയണം മോനോട്. അതവൻ്റെ അന്ത്യത്തിലെ കലാശിക്കും. ഇവിടെ അവൻ നിന്ന പോലീസിനും നിയമത്തിനും അവനെ വിട്ടുകൊടുക്കത്തില്ല. ഇവിടെ നിന്ന് കൊണ്ടുപോയ ജയിലിൽ വെച്ചെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ കാണാൻ പറ്റും. എല്ലാം നിങ്ങളുടെ മിടുക്ക് പോലിരിക്കും. അവൻ്റെ ജീവിതം ഇപ്പോൾ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ മാത്രം കയ്യിൽ. ശരത്ത് മോനെ. അയ്യോ ഈയിടെയായിട്ട് ശരത്ത് മോനെ ശ്രദ്ധ കുറവല്ലേ? ഇത് എന്റെ മുറി കിടക്കുമായിരുന്നു. ഇത് മോന്റെ ചെരുപ്പാണെന്ന് എനിക്ക് അറിയാവുന്നത് കാര്യമായി. അല്ലെങ്കിൽ ഞാൻ ഇതെടുത്ത് പുറത്ത് കളയത്തില്ലായിരുന്നു. ഇതാ പിടിക്കും. വേണ്ട 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 പിടിക്കും മോനെ. വേണ്ട വേണ്ട വേണ്ട. കയ്യിലെന്താണ് മുത്തശ്ശി? ഇവിടെ ഇട്ടാ മതി. ആ മതിയെങ്കിൽ മതി. ഈ ചെരുപ്പ് എങ്ങനെ മുത്തശ്ശിയുടെ മുറിയിലെത്തി? അത് ശരി. അപ്പൊ മോനല്ലേ അത് അവിടെ കൊണ്ടിട്ടത്? അല്ല, എനിക്കറിയില്ല ഈ ചെരുപ്പ് എങ്ങനെ അവിടെ വന്നെന്ന്. എങ്കിൽ പിന്നെ ആരായിരിക്കും? ദേവിക്ക് അങ്ങനെ ചെയ്യില്ല, ആ പ്രിയയും ചെയ്യില്ല. ഇനി മനോഹരനായിരിക്കൂ? ആ എന്തായാലും ചെരുപ്പ് പോയില്ലല്ലോ. ഇനി നഷ്ടപ്പെടുത്താതെ നോക്കിക്കോണം. ആക്രി പെറുക്കാനേ അന്യ സംസ്ഥാന തൊഴിലാളികൾ ധാരാളം വരുന്നുണ്ട്. അവര് കണ്ട ഇത് എടുത്തോണ്ട് പോവും.